നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ഉറപ്പിന്മേൽ മുറുകെ പിടിച്ച് സംസ്ഥാനത്തിന്റെ എയിംസ് പ്രതീക്ഷകൾക്ക് കേന്ദ്രം വീണ്ടും ഉറപ്പേകിയ പശ്ചാത്തലത്തിൽ തുടർ ചർച്ചകൾക്കായി ആരോഗ്യമന്ത്രി KK ശൈലജ ഡൽഹിക്ക്. നാളെ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശൈലജ എയിംസിനായി കേരളം നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കും. എയിംസ് ആശുപത്രിക്കായി കേരളം മുന്നോട്ട് വെക്കുന്നത് തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, കോഴിക്കോട് കേന്ദ്രങ്ങൾ. വിദഗ്ധ സംഘം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് 200 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്നാണ് കേന്ദ്ര നിലപാട്. സ്ഥലം തിരഞ്ഞെടുത്താൽ ഉടൻ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി. ഉന്നത ചികിത്സാ കേന്ദ്രം സംബന്ധിച്ച കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുമ്പോൾ റീജിയണൽ ക്യാൻസർ സെന്ററിന് നേരത്തെ വാഗ്ദാനം ചെയ്ത 120 കോടി രൂപയുടെ സഹായം ഉടൻ അനുവദിക്കണമെന്ന ആവശ്യം. മലബാർ ക്യാൻസർ സെന്ററിന് RCC പദവി നൽകണമെന്ന ആവശ്യവും KK ശൈലജ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കും. ബാന്ധവത്തിലെ ബലാബലം. ബംഗാളിലെ കോൺഗ്രസ് സഖ്യ ചർച്ചയിൽ ചൂടുപിടിച്ച് CPM കേന്ദ്ര കമ്മിറ്റി. പാർട്ടി ദേശീയ നയത്തിന് വിരുദ്ധമായ ബാന്ധവം തെറ്റെന്ന നിലപാടിലുറച്ച് കേരള ഘടകവും വിമർശനങ്ങൾ സാഹചര്യം മനസ്സിലാക്കാത്തത് കൊണ്ടത് തിരിച്ചടിച്ച് ബംഗാൾ നേതൃത്വവും. പാർട്ടി കോൺഗ്രസിലെ നിലപാടിന് വിരുദ്ധമായ രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചതിന്റെ പേരിൽ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രൂക്ഷ വിമർശനം. കോൺഗ്രസ് ബന്ധത്തിൽ നേരത്തെ മുതൽ എതിർപ്പിന്റെ സ്വരമുയർത്തുന്ന കാരാട്ടിനും S രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം കേരള നേതാക്കൾ. അതേസമയം VSന്റെ ക്യാബിനറ്റ് റാങ്ക് വിഷയത്തിന് കേന്ദ്ര കമ്മിറ്റിയിലും സ്ഥാനമില്ല. നാളെ CC യോഗം സമാപിക്കുന്നതിന് മുമ്പ് ചേരുന്ന പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമെന്ന് സൂചന. ആലങ്കാരിക പദവികളിൽ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ VSന് പ്രതീക്ഷ പാർട്ടി സ്ഥാനങ്ങളിൽ. കാണാമറയത്തെ ക്രൂരമുഖം. ജിഷയുടെ കൊലയാളി അമിയുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടന്നേക്കും. പരേഡിന് കുന്നുപുറം മജിസ്ട്രേറ്റ് കോടതി നൽകിയ അനുമതി പത്രം പോലീസ് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു. തിരിച്ചറിയൽ പരേഡിൽ പ്രതിക്കൊപ്പം മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെയും പങ്കെടുപ്പിക്കും. അതേസമയം അമിയുൽ പിടിയിലായിട്ടും പോലീസിനെ വട്ടം കറക്കി കേസിലെ ദുരൂഹതകൾ ബാക്കി. ജിഷയും അമിയുൽ ഇസ്ലാമുമായുള്ള സൗഹൃദം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത. താനും ജിഷയും പ്രണയബദ്ധരായിരുന്നുവെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞതായി ദ്വിഭാഷി ലിപ്ടണും. പച്ചക്കള്ളമെന്ന് ജിഷയുടെ അമ്മ രാജേശ്വരി. നടപടിയിലെ നീതികേട്. കുട്ടിമാക്കുൽ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ. വിഷയത്തിൽ പിണറായിയുടെ സമീപനം വിചിത്രവും അത്ഭുതകരവും. എന്തിനും CPM പ്രവർത്തകരെ ന്യായീകരിക്കുന്ന മുഖ്യന്റെ നിലപാട് ശരിയല്ല. സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്നും KPCC അധ്യക്ഷൻ. യുവതികളെ റിമാൻഡ് ചെയ്ത കണ്ണൂർ മജിസ്ട്രേറ്റിന്റെ നടപടി ദുരൂഹം. കോടതിയിൽ നിന്നുപോലും നീതി നിഷേധിക്കപ്പെട്ടു. ഭീകരരെ നേരിടുന്നത് പോലെയാണ് യുവതികളെ പോലീസ് കൈകാര്യം ചെയ്തത്. CPM കെട്ടിച്ചമച്ച പരാതിയിൽ കേന്ദ്ര നേതൃത്വം മറുപടി പറയണം. വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സുധീരൻ. അധികാരം കയ്യിൽ വന്നപ്പോൾ എന്തുമാകാമെന്ന നിലപാടാണ് CPMന്റേതെന്ന് ഉമ്മൻചാണ്ടി. യുവതികളെ സ്വഭാവഹത്യ ചെയ്യാൻ ശ്രമം നടക്കുന്നു. ഇത്തരം വിഷയങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ അറിയണം. സംഭവത്തിൽ നീതി നടപ്പാക്കണമെന്നും മുൻ മുഖ്യമന്ത്രി. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2760 രൂപ. പവൻ 22,080 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.